നമസ്കാരം. ഇന്ന് ഒരു ബൈബിൾ കഥയാണ് പറയുന്നത്. അബ്രഹാം പല ജനതകളുടെ പിതാവാണ്. വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാം അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള ഈ വാഗ്ദാനം ഇപ്പോൾ നിറവേറ്റപ്പെടുകയാണ്. ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അബ്രഹാമിനും സാറായിക്കും അവരുടെ വാർദ്ധക്യകാലത്ത് ഒരു പുത്രൻ ജനിച്ചു. ദൈവം നിർദ്ദേശിച്ചതുപോലെ അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. വരാനുള്ള ജനതയുടെ ആശാകേന്ദ്രമാണ് ആ മകനെന്ന് അബ്രഹാമിനും അറിയാമായിരുന്നു. നല്ല ആരോഗ്യമുള്ളവനായി അവൻ വളരുന്നത് കണ്ടിട്ട് അബ്രഹാമിനും സാറായിക്കും വലിയ സന്തോഷമാണ്. ഒരു ദിവസം രാത്രി അബ്രഹാം കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ദൈവം വിളിക്കുകയായിരുന്നു. അബ്രഹാമിന് അതിനെപ്പറ്റി ഒരു സംശയവും ഉണ്ടായില്ല. അത്രയ്ക്ക് വ്യക്തമായിരുന്നു ആ വാക്കുകൾ. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകപുത്രൻ ഇസഹാക്കിനെ കൊണ്ടുപോയി ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ അവനെ ഹോമബലിയായി അർപ്പിക്കുക. അനുസരിക്കുവാൻ വളരെ പ്രയാസമുള്ള വാക്കുകൾ. പക്ഷേ നേരം പുലർന്ന ഉടനെ അബ്രഹാം ബലിക്കുള്ള വിറകും മറ്റ് സാധനങ്ങളും ഒരുക്കി താനും മകനും ഒരു വേലക്കാരനും കൂടി പുറപ്പെട്ടു. ഒരു കഴുതപ്പുറത്ത് 3 ദിവസം യാത്ര ചെയ്തതിന് ശേഷമാണ് അവർ മോറായ മലയുടെ സമീപമെത്തിയത്. അബ്രഹാം വേലക്കാരനോട് പറഞ്ഞു, താൻ മടങ്ങി വരുന്നതുവരെ കഴുതയും കാത്ത് മലയുടെ അടിവാരത്തിൽ നിൽക്കുവാൻ. അബ്രഹാം വിറകെടുത്ത് ഇസഹാക്കിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. തീയും കത്തിയും അബ്രഹാം എടുത്തു. അങ്ങനെ അവർ മലയുടെ മുകളിലേക്ക് കയറി. അപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, ബലിക്കുള്ള തീയും വിറകും നമ്മുടെ കയ്യിലുണ്ട്, വെട്ടാനുള്ള വാളും, പക്ഷേ ബലിക്കുള്ള ആടെവിടെ? അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ, ബലിക്കുള്ള ആടിനെ ദൈവം തരും. മലമുകളിലെത്തിയപ്പോൾ അബ്രഹാമും ഇസഹാക്കും കൂടി ബലി അർപ്പിക്കുന്നതിനായി ഒരു ബലിപീഠം തയ്യാറാക്കി. വിറക് അതിന്മേൽ നിരത്തി. അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട മകനെ പിടിച്ച് അതിന്മേൽ കിടത്തി. വെട്ടാനായി വാൾ പിടിച്ച കൈ ആഞ്ഞു പൊക്കിയ ഉടനെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ തടഞ്ഞു. ദൈവത്തിന് തൃപ്തിയായി. ദൈവത്തിൻ്റെ വിശ്വാസത്തിന് നിങ്ങൾ അർഹനാണെന്ന് തെളിയിക്കപ്പെട്ടു. ബലി അർപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു ഇരയെ കൊടുത്തു. അടുത്ത കുറ്റിക്കാട്ടിൽ ഒരാട്ടിൻ കുഞ്ഞ് കൊമ്പ് മുൾച്ചെടിയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആ അബ്രഹാം എന്ന പിതാവും ഇസഹാക്ക് എന്ന പുത്രനോടും കൂടി ആടിനെ പിടിച്ച് ബലി അർപ്പിച്ചു. അതിനുശേഷം മലയുടെ അടിവാരത്തിലെത്തി വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. ദൈവത്തിൻ്റെ വാക്കിലുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ആ അനുസരണം, ഇവയാണ് അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റുന്നതിന് കാരണമായത്. അബ്രഹാമിനെ പോലെ തന്നെ ഇസഹാക്കും തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച വ്യക്തിയാണ്. അനുസരണം എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ഈ ബൈബിൾ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.